ആറാമത്തെ ശ്ലോകം മുതൽ വായിച്ചു തുടങ്ങാം. കാര്യകാരണഭാവാദിദൃശോ വിദ്യാ വിജൃംഭികാഃ ജഗദ്വത്കൽപ്പയത്യേഷ കോസ്യ പര്യനിയോഗകൃതേ. കാര്യം കാരണം ഈ രണ്ട് ഭാവങ്ങൾ കേവലമായ ആത്മതത്വത്തിലില്ല. ശുദ്ധമായ രണ്ടിനെ അംഗീകരിക്കാത്ത ഏകമായ തത്വത്തിൽ കാര്യം കാരണം എന്നുള്ള ഭേദം ഉണ്ടാവാൻ പറ്റില്ല. പക്ഷേ കാര്യകാരണങ്ങൾ ഉള്ളതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത്. അതൊക്കെ അവിദ്യാവിജൃംഭിതങ്ങളാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിയാതിരിക്കുന്ന സ്ഥിതി അല്ലെങ്കിൽ അജ്ഞാനം എന്നർത്ഥം. അവിദ്യയിൽ നിന്ന് പൊന്തുന്നവയാണ് കാര്യകാരണ വ്യത്യാസങ്ങൾ മുതലായവ. അനേകം ഭേദങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതിൽ പ്രധാനമായിട്ട് കാര്യകാരണ വ്യത്യാസങ്ങളാണ്, ഭേദങ്ങളാണ്. ഒരു കാരണം, അതിൽ നിന്ന് ഒരു കാര്യം ഉണ്ടാവുന്നു. ഭേദങ്ങളെല്ലാം അവിദ്യാകൽപിതങ്ങളാണ്. ജഗദ്വത് കൽപ്പയത്യേഷ കോസ്യ പര്യനുയോഗകൃത്. ആത്മാവിനെ പ്രപഞ്ചം അല്ലെങ്കിൽ ജഗത്ത് എന്ന പോലെ ജീവൻ കാണുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഈ പ്രപഞ്ചം എനിക്കുണ്ടെന്ന് തോന്നുന്നു, ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു, ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നു. ഒരാളുടെ തെറ്റിദ്ധാരണയാണ് ഈ പ്രപഞ്ചമെന്നുള്ളത്. ആ ഒരാളെന്ന് പറയുന്നത് ജീവനാണ്. അനേകം ജീവന്മാർ, ഓരോ ശരീരത്തിലും വേറെ വേറെ ജീവന്മാരുള്ളതുപോലെ തോന്നുന്നു. ആ ജീവൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ് ഈ പ്രപഞ്ചം. പക്ഷേ ആ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു എന്ന ചോദ്യമാണ് ജീവൻ ഉന്നയിക്കുന്നത്. ആ ഒരു സംശയം അല്ലെങ്കിൽ സംശയത്തിൽ നിന്നുണ്ടാകുന്ന ചോദ്യം, അത് തികച്ചും അജ്ഞാനജന്യമാണ്. അജ്ഞാനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് ജീവന്മാർ അന്വേഷിക്കുന്നത്. അതാണ് ഇതായി കാണപ്പെടുന്നത് എന്ന കാര്യം വ്യക്തമായാൽ പിന്നെ ഈ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം വേണ്ടെന്ന് വയ്ക്കാം. ഈശ്വരസ്യ ജീവഭാവകൽപ്പനായാമിവ ജീവസ്യ സ്വാവിദ്യയാ കാര്യകാരണരൂപ അവസ്ഥാത്രയകൽപ്പനായാമപി ന പര്യനുയോഗോ യുക്ത ഇത്യാഹ. ഈശ്വരൻ എങ്ങനെ ജീവനായി മാറി, ഈശ്വരനിൽ എങ്ങനെയാണ് ജീവഭാവം പൊന്തിയത്, അതുപോലെ ജീവൻ്റെ അവിദ്യ കാരണമായി കാര്യകാരണ രൂപത്തിലുള്ള അവസ്ഥാത്രയ കൽപ്പനകളും എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ആ ചോദ്യം തന്നെ നിരർത്ഥകമാണ്. സ്വപ്നത്തെ ഞാൻ എന്തുകൊണ്ട് സത്യമെന്ന് കരുതുന്നു എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ആരാ സ്വപ്നം കാണുന്നത്? സ്വപ്നദ്രഷ്ടാവ്. അയാൾ എന്തുകൊണ്ട് ഇല്ലാത്ത സ്വപ്ന ദൃശ്യങ്ങളെ ഉള്ളതുപോലെ കാണണം? അത് അയാൾ വേണം മറുപടി പറയാൻ. മറ്റൊരാളോട് ആ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. ജീവൻ തൻ്റെ അവിദ്യ കാരണമായി കാര്യകാരണ രൂപത്തിലുള്ള കാര്യകാരണ ഭേദം ജനിപ്പിക്കുന്ന അവസ്ഥാത്രയങ്ങളെ ഉണ്ടെന്ന് കരുതുന്നു. അതിൽ സുഷുപ്തിയിൽ മാത്രമാണ് കാര്യകാരണ ഭേദം മാഞ്ഞു പോകുന്നത്. മറ്റ് രണ്ടവസ്ഥകളിലും കാര്യകാരണ ഭേദം ഉണ്ട്. അത് ജീവൻ്റെ ഒരു കൽപ്പനയാണ് അല്ലെങ്കിൽ സങ്കല്പം മാത്രമാണെന്ന് ജീവൻ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവം എവിടെ നിന്ന് എന്ന് ചോദിക്കുന്നത്. ആ ഒരു സംശയം ഒരിക്കലും യുക്തമല്ല. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധ്യമല്ല. നഹി സ്വാത്മാനം പ്രതി കശ്ചിത് കിമർത്ഥമേവം കരോമീതി പര്യനിയോഗം കർത്തും സമർത്ഥ ഇതി ഭാവഃ. ഒരാൾ തന്നോട് തന്നെ ഞാൻ എന്തിന് ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തിന് ഇങ്ങനെ വിചാരിക്കുന്നു, ഈ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങളാണ് തീരുമാനിക്കുന്നത്, നിങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ കാരണം അന്വേഷിക്കുന്നത്. അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അജ്ഞതയിൽ നിന്ന് പൊന്തുന്നതാണ്. അജ്ഞതയിൽ നിന്നുണ്ടാകുന്ന ഒരു ചോദ്യത്തിനും ഉത്തരമില്ല. അജ്ഞാനത്തെ നിർമ്മാർജ്ജനം ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് തന്നോട് തന്നെ ഞാൻ എന്തുകൊണ്ട് ഭ്രമിക്കുന്നു
ഈ ചോദ്യത്തിന് ഭ്രമിക്കുന്നവൻ വേണം മറുപടി നൽകാൻ. ഇപ്പോൾ ഞാനെന്തുകൊണ്ട് ഭ്രമിക്കുന്നു, എൻ്റെ ഭ്രമത്തിന് കാരണമെന്ത് എന്ന് മറ്റൊരാളോട് ചോദിച്ചിട്ട് കഥയില്ല. ഇതുപോലെയാണ് എങ്ങനെയാണ് ഈശ്വരൻ ജീവനായി മാറിയത്. ഈ ചോദ്യം ചോദിക്കുന്നത് ജീവനായി മാറിയ ഈശ്വരനാണ്. ജീവനായി മാറിയ ഈശ്വരനാണ് ഞാൻ എന്തുകൊണ്ട് ജീവനായി മാറി എന്ന് ചോദിക്കുന്നത്. അതുപോലെ ജീവൻ്റെ അനുഭവത്തിലുള്ളതാണ് പ്രപഞ്ചം. അത് ജീവൻ്റെ ഒരു തെറ്റിദ്ധാരണയോ ഭ്രമമോ മാത്രമാണ്. തൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടെന്ന് തോന്നിയ ഒന്നിൻ്റെ കാരണത്തെ ജീവൻ അന്വേഷിക്കുന്നു. അത് തെറ്റിദ്ധാരണയാണെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. അല്ലാതെ അതിന് കാരണം അന്വേഷിക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. അപ്പോൾ ബ്രഹ്മത്തെ തന്നെയാണ് ജീവൻ പ്രപഞ്ചം എന്ന പോലെ കാണുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത്. ഈ പ്രപഞ്ചം എന്നുള്ള വിചാരം ജീവൻ്റെ ഉള്ളിലാണ്. വാസ്തവത്തിൽ പ്രപഞ്ചമായി അനുഭവപ്പെടുന്നത് ബ്രഹ്മമാണ്. അപ്പോൾ ഈ അവിദ്യയിൽ നിന്നുണ്ടാകുന്ന സംശയങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം നൽകാൻ ആർക്കും സാധ്യമല്ല. ഇത് തൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്, ഭ്രമമാണ് എന്ന് തിരിച്ചറിയുക മാത്രമാണ് ഈ സംശയങ്ങൾ നീങ്ങാൻ ഒരേ വഴി. അപ്പോൾ നഹി സ്വാത്മാനം പ്രതി കശ്ചിത് കിമർത്ഥമേവം കരോമി. ആരും തന്നെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന സംശയം ചോദിച്ചിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തിന് ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നുന്നു, ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കാൻ ആർക്കും സാധ്യമല്ല. ജീവൻ്റെ പക്കൽ ആ ഉത്തരമില്ല. നമുക്ക് വേണമെങ്കിൽ പറയാൻ ജീവൻ്റെ കർമ്മവാസനകളാണ് അയാൾക്ക് ഓരോന്ന് ചെയ്യാൻ കാരണമാകുന്നത് എന്ന് പറയാം. പക്ഷേ ചെയ്യുന്നവൻ അയാൾ എന്തൊക്കെയോ ചെയ്യണമെന്ന് സങ്കല്പിക്കുന്നു. ഈ വാസനകളെ ഉണ്ടാക്കിയത് ജീവൻ തന്നെയാണ്. പൂർവജന്മങ്ങളിൽ പല കർമ്മങ്ങൾ പല പ്രാവശ്യം ചെയ്ത് കർമ്മവാസന സഞ്ചയിച്ചത് ഓരോ ജീവനുമാണ്. എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്ന ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംശയങ്ങൾ, ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഒരിക്കലും ജീവൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് അർത്ഥരഹിതമായ സംശയമാണ്. ദ്രഷ്ടാ ഭോക്താഥ കർത്താവ കശ്ചിത് സ്യാദിതരോ യദി തത്കഥം കിമിദം ദൃശ്യം ഇതി യുജ്യേത നാന്യഥാ. ദ്രഷ്ട, ഭോക്ത, കർത്ത, ഇത് മൂന്നും ജീവൻ്റെ ഭാവങ്ങളാണ്. കാണുന്നവൻ, അനുഭവിക്കുന്നവൻ, ചെയ്യുന്നവൻ. സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതും ജീവനാണ്. പ്രപഞ്ച ദൃശ്യങ്ങളെ കാണുന്നതും ജീവനാണ്. പ്രപഞ്ചത്തിൽ പലതരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കഴിയുന്നതും ജീവനാണ്. ഈ ആത്മാവല്ലാത്ത ഒരാളാണ് ദ്രഷ്ടാവും ഭോക്താവും കർത്താവും ഒക്കെ ആയിട്ടുള്ളതെങ്കിൽ ജീവന് ഈ ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇത് ജീവൻ തന്നെ ദ്രഷ്ടാവെന്ന പോലെയും ഭോക്താവെന്ന പോലെയും കർത്താവെന്ന പോലെയും ഭ്രമിക്കുന്നു. എന്നിട്ട് തത് കഥം കിമിദം ദൃശ്യം, ഈ ദൃശ്യം എങ്ങനെയുണ്ടായി, ഇത് എങ്ങനെയാണ് എൻ്റെ മുമ്പിൽ സത്യമെന്ന പോലെ പ്രകാശിക്കുന്നത് എന്ന് ജീവൻ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അത് തൻ്റെ തന്നെ ഒരു ഭ്രമമാണ്, തൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. തൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് എന്താണ് കാരണം എന്ന് തെറ്റിദ്ധരിക്കുന്നവനാണ് മറുപടി പറയേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, പ്രപഞ്ചം എവിടെ നിന്ന്, എങ്ങനെ, എപ്പോൾ, ഇതെന്തുകൊണ്ട് സത്യമായി കാണപ്പെടുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ
ഒരിക്കലും ജീവന് ചേർന്നതല്ല. കാരണം ജീവൻ്റെ ഒരു ഭ്രമമാണ് എന്ന സത്യം ജീവൻ തിരിച്ചറിയുമ്പോൾ ഈ ചോദ്യങ്ങൾ സ്വയം അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുക. തെറ്റിദ്ധാരണ കൊണ്ട് ഒരു കുഞ്ഞ് ഇരുട്ടിൽ ഭൂതത്തെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഈ ഭൂതം എവിടെ നിന്ന് വന്നു? ഇതെന്തിനാണ് എൻ്റെ അടുത്ത് വന്നത്? ഇതെന്തിനാണ് എന്നെ ഭയപ്പെടുത്തുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കുട്ടിയുടെ അവിവേകം കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ്. വാസ്തവത്തിൽ ആ കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ തന്നെ ഒരു വിഭ്രമമാണ് ഇരുട്ടിൽ കാണപ്പെടുന്ന ഭൂതപ്രേതങ്ങൾ. അപ്പോൾ ഇതുപോലെയാണ് ജീവൻ പ്രപഞ്ചത്തെക്കുറിച്ച് ചോദിക്കുന്നത്. ആത്മാന്യസ്യ കർത്തൃത്വേ ഭോക്തൃത്വേ വാ സ്യാദേവ പര്യനിയോഗ ഇത്യാഹ. ആത്മാ അല്ലാത്ത ഒരു കർത്താവോ ഭോക്താവോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കാം. ഇവിടെ ആത്മാവ് അഥവാ ബ്രഹ്മം തന്നെ തെറ്റിദ്ധാരണയിലൂടെ ജീവൻ എന്ന പോലെ കരുതുന്നു. എന്നിട്ട് ജീവഭാവത്തിന് കാരണമെന്ത് എന്ന് ചോദിക്കുന്നു. എവിടെ നിന്നാണ് ഈ ജീവൻ പൊന്തിയത്? എൻ്റെ ഉള്ളിലെ ഞാൻ ഇതെന്താണ്? ഇതെവിടെ നിന്ന് വന്നു? ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഇതേ ചോദ്യം തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവും തന്നോട് തന്നെ ചോദിച്ചത്. ഞാൻ എവിടെ നിന്ന് വന്നു? 4 ഭാഗത്ത് നോക്കി. കാരണം സൃഷ്ടിക്ക് മുമ്പുള്ള സംഭവമാണ്. 4 ഭാഗത്ത് നോക്കിയപ്പോൾ കൂരിരുട്ട് മാത്രമേ ഉള്ളൂ. എന്താണ് ആ കൂരിരുട്ട്? ബ്രഹ്മാവിൻ്റെ ഉള്ളിലെ അജ്ഞതയാണ് അവിടുത്തെ കൂരിരുട്ട്. 4 ഭാഗത്ത് അന്വേഷിച്ചു, ഒന്നും കാണുവാനില്ല, വിശേഷിച്ച് ഒന്നും അനുഭവിക്കാനില്ല. കാരണം പ്രകാശം പോലുമില്ല, കൂരിരുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ സംശയം, ഞാൻ എവിടെ നിന്ന് വന്നു? പുറമേ നോക്കി അന്വേഷിച്ചു, ഒന്നുമില്ല, ഉത്തരം കിട്ടുന്നില്ല. അപ്പോഴാണ് ഒരു അശരീരി കേട്ടത്. ശരീരമില്ലാതെ ശബ്ദം മാത്രം കേൾക്കുന്നതിനെയാണ് അശരീരി എന്ന് പറയുന്നത്. ശരീരത്തോട് കൂടിയത് ശരീരി, ശരീരമില്ലാത്തത് അശരീരി. ഒരു അശരീരി കേട്ടു, തപ തപ തപ, തപസ് ചെയ്യൂ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്തർമുഖനായി തീരുക എന്നർത്ഥം. പുറമേ അന്വേഷിച്ചത് കൊണ്ട് നീ ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധ്യമല്ല. നിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിയൂ. നിൻ്റെ ഉള്ളിലാണ് ഈ ഞാൻ ഭാവം ഉള്ളത്. അതുകൊണ്ട് അന്തർമുഖനാകൂ, ഏകാഗ്രപ്പെടൂ എന്ന ഒരു അശരീരി മുഴങ്ങിക്കേട്ടു. ബ്രഹ്മദേവൻ ബഹിർമുഖമായ തൻ്റെ ശ്രദ്ധയെ അന്തർമുഖമാക്കി തീർത്തു. അപ്പോഴാണ് ബ്രഹ്മദേവന് കാര്യം പിടികിട്ടിയത്. ഞാൻ മഹാവിഷ്ണുവിൻ്റെ നാഭികമലത്തിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ മഹാവിഷ്ണുവിനെ തിരിച്ചറിഞ്ഞു. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, ബ്രഹ്മം. ആരാണ് ഈ ബ്രഹ്മദേവൻ? സമഷ്ടി ബുദ്ധി. വ്യക്തികൾക്ക് എങ്ങനെയാണോ വ്യക്തി മനസ്സ് അല്ലെങ്കിൽ വ്യക്തി ബുദ്ധി ഉണ്ടായിരിക്കുന്നത്, അതുപോലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായ വിശ്വമനസ്സ് അല്ലെങ്കിൽ പ്രപഞ്ച മനസ്സ്, അതിനെയാണ് ബ്രഹ്മാവായി നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമഷ്ടി ബുദ്ധിക്ക് പോലും തൻ്റെ ഉറവിടത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമഷ്ടി ബുദ്ധി അന്തർമുഖമായി തീർന്നു. അതാണ് സൃഷ്ടികർത്താവ് തൻ്റെ ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനസ്സിലായി, ഞാൻ ബോധത്തിൽ നിന്ന് പൊന്തിയ ഒരു വെറും കാഴ്ച മാത്രമാണ്, ഒരു ഭ്രമം മാത്രമാണ് ഈ ഞാൻ എന്നുള്ള ഭാവം. അതുതന്നെയാണ് ഞാനിനെക്കുറിച്ചുള്ള രഹസ്യവും. ഞാൻ ആത്മാവാണ് എന്ന ഉത്തരം കണ്ടെത്താതിരിക്കുന്നിടത്തോളം തന്നെ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഞാനാര് എന്ന ചോദ്യം വീണ്ടും വീണ്ടും തന്നോട് തന്നെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അതിന് ഉത്തരം കിട്ടില്ല. തൻ്റെ ഉറവിടം എന്താണ് എന്ന് അന്തർമുഖമായി അന്വേഷിക്കണം, ഉള്ളിലേക്ക് തിരിയണം. ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത് ഒരേ ചോദ്യത്തെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ട് ഉത്തരം കിട്ടില്ല. ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് അറിവിലൂടെയാണ്. അറിവ് നേടുന്നത് അന്തർമുഖത്വത്തിലൂടെയുമാണ്. രമണ മഹർഷിയും ഇതേ കാര്യം പറയുന്നുണ്ട്.
നീ ആരാണ് എന്ന് ചിന്തിക്കൂ. ഞാനാരാണ് എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് കൊണ്ട് ഉത്തരം കിട്ടില്ല. താത്വികമായ ഒരു അന്വേഷണം നമ്മൾ ആരംഭിക്കണം. ഈ താത്വികമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിലേക്കുള്ള പോക്കാണത്. അവനവൻ്റെ ഉള്ളിലേക്ക്, സ്വത്വത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ഞാനെന്നൊന്ന് വാസ്തവത്തിലില്ല എന്ന് ഞാനിന് പിടികിട്ടും. അങ്ങനെ തൻ്റെ അജ്ഞതയെ കുറിച്ച് ഒരു ജീവൻ ബോധവാനാകുമ്പോൾ ആണ് അന്വേഷണം ആരംഭിക്കുന്നത്. ആ അന്വേഷണം ജ്ഞാനത്തിൽ കലാശിക്കുകയും ചെയ്യും. ഇപ്പോൾ ആത്മാവിന് അന്യമായി കർത്താവോ ഭോക്താവോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ജീവന് ചോദ്യം ചോദിക്കാം. ഇവിടെ ജീവൻ തന്നെയാണ് തന്നെ കർത്താവായും ഭോക്താവായും അനുഭവിക്കുന്നവനായും എല്ലാം കരുതുന്നത്. അത് ജീവൻ്റെ തെറ്റിദ്ധാരണയാണ് എന്ന് ജീവൻ സ്വയം തിരിച്ചറിയണം. ഞാൻ തന്നെ എനിക്ക് പറ്റിയ മണ്ടത്തരം മനസ്സിലാക്കണം. അങ്ങനെയാണ് ഞാൻ അറിവിൽ ചെന്നെത്തുക. ഇത് പര്യനിയോഗോ യുജ്യേത. മറ്റൊന്നിനെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുള്ളൂ. നിങ്ങളുടെ തന്നെ ഭ്രമത്തിൻ്റെ ഉത്പന്നമായ പ്രപഞ്ചത്തെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് കഥയില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ പ്രപഞ്ചം. ബ്രഹ്മമാണ് വാസ്തവത്തിലുള്ളത്. ബ്രഹ്മത്തെ ഞാൻ പ്രപഞ്ചം എന്ന പോലെ തെറ്റിദ്ധരിക്കുന്നു. എന്നിട്ട് ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു, ആര് സൃഷ്ടിച്ചു, ഞാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ വന്ന് ജനിച്ചത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതെല്ലാം തികഞ്ഞ അജ്ഞതയിൽ നിന്നും ഉദിക്കുന്ന ചോദ്യങ്ങളാണ്. യത്ര സ്വപ്നേ നിരാഭാസം ചിദ്വ്യോമൈവ വിരാജതേ ശുദ്ധമേകമനേകാത്മാ തത്ര കിം ക്വ വികൽപ്യതേ. സ്വപ്നത്തെ തന്നെയാണ് വീണ്ടും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണോ സ്വപ്നത്തിൽ സ്വപ്നദ്രഷ്ടാവല്ലാതെ അണുപോലും മറ്റൊന്നില്ലാത്തത്, സ്വപ്നദ്രഷ്ടാവ് തന്നെ പലതെന്ന പോലെ ആക്കി തീർത്ത് സ്വപ്ന ലോകത്തെ അനുഭവിക്കുന്നു. അത് സ്വപ്നദ്രഷ്ടാവ് ചിത്തായതുകൊണ്ടാണ്. ചിത്ത് തന്നെ ദൃശ്യം എന്ന പോലെ ആക്കി തീർക്കുന്നു. സ്വപ്ന ദൃശ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ചിതാകാശമാണ്. ആ ചിതാകാശം എന്ന് പറയുന്നത് ശുദ്ധമായ അനുഭവമാണ്. ആ ശുദ്ധമായ അനുഭവത്തിൽ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ പൊന്തുമ്പോൾ ചിത്ത് ആ സങ്കല്പങ്ങളെ പുറകിൽ നിന്ന് പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ദൃശ്യം സത്യമാണ് എന്ന് തോന്നുന്നു. സ്വപ്ന ദൃശ്യങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഈ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ജാഗ്രതത്തിലുള്ള ഈ ലോകവും ഇതുപോലെ ഒരു സ്വപ്നാനുഭവമാണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. എന്തായാലും ചിതാകാശം തന്നെയാണ് പ്രപഞ്ച പദാർത്ഥങ്ങളായി പ്രകാശിക്കുന്നത്. അപ്പോൾ യാതൊരു ദൃശ്യങ്ങളും ഇല്ലാത്ത ശുദ്ധബോധമാണ് സ്വപ്നത്തിൽ ദൃശ്യങ്ങളെന്ന പോലെ കാണപ്പെടുന്നത്. ശുദ്ധമേകമനേകാത്മാ, ശുദ്ധവും ഏകവുമാണ് ഈ ബ്രഹ്മം. അത് നാനാത്വത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നു. അങ്ങനെ ദൃശ്യങ്ങൾ കാണപ്പെടുമ്പോൾ തത്ര കിം ക്വ വികൽപ്യതേ, അവിടെ എന്താണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്, എവിടെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്, ആരാണ് തെറ്റിദ്ധരിക്കുന്നത്? ഇതിനെല്ലാറ്റിനും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ചിത്താണ്. ചിത്ത് തന്നിൽ അനേകം ദൃശ്യങ്ങൾ ഉള്ളതുപോലെ കണ്ട് ഭ്രമിക്കുന്നു. ആരാ ഭ്രമിക്കുന്നത്? ചിത്ത്. എന്തിനെയാ തെറ്റിദ്ധരിക്കുന്നത്? ചിത്തിനെ തന്നെ. ഏതിലാണ് ഈ തെറ്റിദ്ധാരണ സംഭവിക്കുന്നത്? ചിത്തിൽ തന്നെ. താൻ തന്നെ മറ്റൊന്നെന്ന പോലെ കരുതി ഭ്രമിക്കുന്നു. എന്നിട്ട് ആ ഭ്രമത്തിന് കാരണം അന്വേഷിക്കുന്നു. ഒരിക്കലും ഉത്തരം ലഭിക്കുകയില്ല. വികൽപ്യതേ പര്യനിയുജ്യതേ. ഈ വികൽപ്പം അല്ലെങ്കിൽ സംശയം
തൻ്റെ അനുഭവങ്ങൾക്ക് യുക്തി അന്വേഷിക്കുകയാണ് ജീവൻ. പ്രപഞ്ചം ജീവൻ്റെ തലത്തിലുള്ള ഒരു അനുഭവമാണ്. ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ആര് സൃഷ്ടിച്ചു, ഇതെന്തുകൊണ്ട് സത്യമായി എനിക്ക് അനുഭവപ്പെടുന്നു, അതൊക്കെ ജീവൻ്റെ അജ്ഞത കാരണം ഉദിക്കുന്ന ചോദ്യങ്ങളാണ്. ആ സ്വയംഭുവ ഏവേയം ചിന്മാത്രേ ഭാതി സർഗഭാഹ പരിജ്ഞാത സതീ സാധു ബ്രഹ്മൈവ ഭവതി ക്ഷണാത്. ഇപ്പം ഈ ഭ്രമത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കരകയറുക? ഭ്രമത്തെ ഭ്രമമാണെന്നറിയണം. മിഥ്യയെ സത്യമെന്ന് കരുതുന്നതാണ് ജീവന്മാർക്ക് പറ്റുന്ന പറ്റ്. മിഥ്യയെ മിഥ്യയായി തന്നെ തിരിച്ചറിയണം. അതായത് ഇല്ലാത്തതിനെ ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കണം. ആ സ്വയംഭുവ ഏവേയം ചിന്മാത്രേ ഭാതി സർഗഭാഹ. സൃഷ്ടി എന്നുള്ള കാഴ്ച, സൃഷ്ടി ഒരു കാഴ്ചയാണ്. ഈ കാഴ്ച ബ്രഹ്മദേവനിൽ നിന്ന് തുടങ്ങുന്നു. ബ്രഹ്മദേവനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നാണ് പുരാണങ്ങളും മറ്റും വിവരിക്കുന്നത്. ബ്രഹ്മാവ് മുതൽ ഒരു പുൽക്കൊടിയോ അല്ലെങ്കിൽ ഒരു അമീബയോ വരെയുള്ള സകല ദൃശ്യങ്ങളും ചിത്തിലാണ് സംഭവിക്കുന്നത്. ബോധത്തിലാണ് ഈ ദൃശ്യാനുഭവങ്ങളെല്ലാം നിൽക്കുന്നത്. ഈ ദൃശ്യം എന്തുകൊണ്ട് സത്യമായി തുടരുന്നു? നമുക്കെന്തുകൊണ്ട് ഈ ദൃശ്യങ്ങളെ നീക്കാൻ കഴിയുന്നില്ല? ദൃശ്യങ്ങളെ നീക്കുക എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളെ ഉപശമിപ്പിക്കുക എന്നാണ് അർത്ഥം. സങ്കല്പങ്ങളാണ് ദൃശ്യങ്ങൾക്ക് സത്യത്വം പകരുന്നത്. എന്തുകൊണ്ട് സങ്കല്പങ്ങളെ ഉപശമിപ്പിക്കാൻ പറ്റുന്നില്ല? മനസ്സ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. സങ്കല്പങ്ങൾക്ക് സത്യത്വം കൽപ്പിക്കുന്നു ജീവന്മാർ. സങ്കല്പങ്ങൾ പൊള്ളയാണ്, മിഥ്യയാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞ് ഈ സങ്കല്പങ്ങളെ അവഗണിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ ഈ പ്രപഞ്ചം എന്ന ദൃശ്യം കാണപ്പെടില്ല. പ്രപഞ്ചത്തെ വാസ്തവം എന്ന് കരുതി നാം ഭ്രമിക്കുന്നതാണ് പ്രപഞ്ചാനുഭവത്തിന് കാരണം. പരിജ്ഞാത സതീസ. ഈ വിളിക്കുന്നവർ നമ്മൾ എടുക്കാതെ വിടില്ല. അങ്ങനെ ഒരു അസുഖം ഉണ്ടറിയാമോ? നമ്മളെ കിട്ടാതെ അവർ വിളി നിർത്തത്തില്ല, നമ്മളെയും കൊണ്ടേ പോവും. ഈ പണ്ടാരം വാങ്ങിച്ച് നമ്മൾ പോക്കറ്റിൽ വെക്കണമെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വാസ്തവത്തിൽ ഇതെടുക്കാത്തത്. നമ്മുടെ തല വേറൊരുവൻ്റെ കക്ഷത്തിലിരിക്കും. എൻ്റെ സ്വസ്ഥത വേറൊരുത്തൻ അവൻ്റെ ഇഷ്ടം പോലെ നശിപ്പിക്കും. അതിനെന്തിന് ഞാൻ നിന്നു കൊടുക്കണം? അല്ല, ഒരുപാട് പ്രയോജനമുണ്ട്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരെ അറിയിക്കാം, മറ്റുള്ളവർ നമ്മെ അറിയിക്കാൻ പറ്റും. അല്ല, ഈ അത്യാവശ്യമുള്ള കാര്യം എന്താണ്? ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് മരണ വാർത്തയാണ്. അതിനേക്കാൾ അത്യാവശ്യമുള്ള വേറൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ മരിച്ചു പോയെങ്കിൽ അടുത്ത ബന്ധുവാണെങ്കിൽ ഉടനെ പോകണം. ട്രെയിനിൽ പോയാൽ മതിയെങ്കിൽ ട്രെയിനിൽ പോവാം. കുറച്ചുകൂടെ വേഗത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കാർ പിടിച്ച് പോകണം, പെട്ടെന്ന് എത്തണമെങ്കിൽ. അല്ല, എത്തിയത് കൊണ്ട് മരിച്ചയാൾ വീണ്ടും ജീവിച്ചു വരുമോ? ഇവിടെ വാസ്തവത്തിൽ എമർജൻസി, അത്യാവശ്യം അല്ലെങ്കിൽ അടിയന്തരം എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇത് നല്ലതുപോലെ മനസ്സിലാക്കുക. ഇവിടെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്ത് തീർക്കേണ്ടത്, ഉടനടി ചെയ്ത് തീർക്കേണ്ടത് ഒന്നുമില്ല. അല്ല, ആത്മജ്ഞാനം അത്യാവശ്യമല്ലേ? അതുപോലും അത്യാവശ്യമില്ല. ഈ ജന്മത്തിൽ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ, അല്ലെങ്കിൽ ഒരു 100 ജന്മത്തിന് ശേഷം. ഇവിടെ കിടന്ന് ഇങ്ങനെ ഈ വിരളി പിടിക്കുന്നത് എന്തിനാണ് ഈ അസ്വസ്ഥത? ഇപ്പം കിട്ടിയില്ല, അയ്യോ എനിക്ക് 80 വയസ്സായി, ഞാൻ ചത്തുപോകും. ഇതിന് മുമ്പ് എത്രയോ പ്രാവശ്യം ചത്തുപോയിട്ടുണ്ട്. തനിക്ക് ഒരു കുഴപ്പമില്ലാതാ ഇപ്പോഴും നല്ല എന്താ പറയുന്നത്, പൊതിക്കാത്ത തേങ്ങ പോലെ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഈ ഞാനിന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഒരിക്കൽ കൂടെ മരിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം? എന്താ നഷ്ടം? ഒന്നും സംഭവിക്കാനില്ല. ഒരു പ്രാവശ്യം കൂടെ ഷർട്ട് ഊരിയിടും, എന്നിട്ട് പുതിയ ഷർട്ട് ഇടും, എന്നിട്ട് ആ ഷർട്ട് താനാണെന്ന് കരുതി അവിടെയും ഭ്രമിക്കും. അതുകൊണ്ട് ഇത് വളരെ അത്യാവശ്യമാണ്. എന്താ പറയുന്നത്, ഉണക്കപ്പുല്ല് കൊണ്ട് തീർത്ത ഒരു കിടക്കയുടെ മുകളിൽ കിടക്കുന്ന, സുഖമായി കിടന്നുറങ്ങുന്ന ഒരുവനെ പോലെയാണ് അജ്ഞാനിയുടെ സ്ഥിതി എന്ന് ഈ വാസിഷ്ഠൻ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്.
അതായത് ഇവിടെ നമ്മൾ ആസ്വദിച്ച് സുഖങ്ങളൊക്കെ അനുഭവിച്ച് അങ്ങനെ സന്തോഷിച്ചിരിക്കുന്നത് ഒരു ഉണക്ക പുല്ലുകൊണ്ട് തീർത്ത ഒരു മെത്ത, ഒരു ശയ്യ, അതിൻ്റെ അടിയിൽ അടിയിൽ നിന്നും തീ കത്തിക്കൊണ്ട് വരികയാണ്. അതിവേഗം ഇത് കത്തിത്തീരും. അപ്പോൾ അതുപോലെയാണ് മനുഷ്യർ നശ്വരമായ ജീവിതത്തിൽ സുഖങ്ങളുടെ പുറകെ പായുന്നത്. അപ്പോൾ അത് വളരെ അത്യാവശ്യമാണ്, പെട്ടെന്ന് രക്ഷപ്പെടണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും മുമുക്ഷുത്വം, കാരണം അത് എത്രയും പെട്ടെന്ന് നേടണം എന്നുള്ളത് ഒരാവശ്യമാണ്. കാരണം എന്നാലേ നമ്മുടെ ദുഃഖങ്ങൾ നമ്മെ വിട്ട് നീങ്ങുകയുള്ളൂ. ഇപ്പം ആ ആത്മജ്ഞാനം പോലും ഒരു അത്യാവശ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ജീവന് മരണമില്ല. ഈ ജീവൻ ഇല്ലാതായി പോയാലല്ലേ ഉള്ളൂ അയ്യോ എനിക്ക് ആത്മജ്ഞാനം ലഭിച്ചില്ല, ഞാൻ മരിച്ചുപോയെന്ന്. ഈ ജീവന് മരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഈ ജീവൻ ബ്രഹ്മമാണ്. എന്നാൽ പിന്നെ പതുക്കെ ആയിക്കൂടെ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങളെ എത്ര കണ്ട് ഇത് ഈ ആത്മജ്ഞാനം താമസിപ്പിക്കുന്നുണ്ടോ അത്ര കണ്ട് നിങ്ങൾ ദുഃഖത്തിൽ കഴിയേണ്ടി വരും. എത്രയും പെട്ടെന്ന് ദുഃഖമോചനം നേടണം എന്നുള്ളതാവണം മനുഷ്യരുടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് കരകയറണം. അങ്ങനെ ഒരു വ്യഗ്രതയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആത്മജ്ഞാനം നേടുക തന്നെ വേണം. അല്ലാതെ എനിക്കെന്തോ വലിയ കുഴപ്പം വരും, ഞാൻ ചത്തുപോകും, അങ്ങനെ ഞാൻ ചത്തുപോകാനാണ് പ്രയാസം. മനസ്സിലായില്ല? അഹങ്കാരം നശിക്കുന്നതാണ് പ്രയാസം. ശരീരം നശിക്കാൻ ഒരു പ്രയാസവുമില്ല. എത്രയോ ശരീരങ്ങൾ ഓരോ സെക്കൻഡിലും നമ്മുടെ ഭൂമിയിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരനാശം പ്രകൃതിയുടെ കൈകളിലാണ്. ജീവൻ്റെ നാശം അല്ലെങ്കിൽ അഹങ്കാരനാശം ജീവൻ്റെ കൈകളിലാണ്. ഇത് നല്ലതുപോലെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത് തികച്ചും ജീവനെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നായതുകൊണ്ട് എന്ത് അഹങ്കാരത്തെ നശിപ്പിക്കുക എന്നുള്ള കൃത്യം അത് ജീവനെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നായതുകൊണ്ട് ജീവൻ അത് എപ്പോൾ വേണമെങ്കിലും നേടാം. ഇപ്പോൾ വേണോ, 10 കൊല്ലം കഴിഞ്ഞ് വേണോ, അല്ലെങ്കിൽ 100 ജന്മത്തിന് ശേഷം മതിയോ, അത് നിങ്ങളുടെ കൈകളിലാണ്. മറ്റാരെയും നിങ്ങൾ ആശ്രയിക്കേണ്ട. നിങ്ങൾ സ്വയം പരിശ്രമിച്ച് നേടേണ്ടതാണ് ഈ ആത്മജ്ഞാനം. അതുകൊണ്ട് ഞാൻ മരിച്ചു പോകും, ഞാൻ മരിച്ചു പോയാൽ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. ഞാൻ മരിച്ചു പോകുന്നില്ല. ഈ ഞാൻ വീണ്ടും വീണ്ടും മുളച്ചു പൊന്തുകയാണ് ചെയ്യുന്നത്. എത്ര പ്രാവശ്യം ഏതൊക്കെ ശരീരങ്ങളെ ഉപേക്ഷിച്ച് പുറത്ത് കടന്നാലും തനിക്ക് ചുറ്റും പുതിയ ഒരു ശരീരത്തെ തീർക്കുന്നു ഈ ജീവഭാവം. ഈ ജീവഭാവം നശിക്കുന്നതാണ് ഏറ്റവും പ്രയാസമായിട്ടുള്ള കാര്യം. അത്ര പെട്ടെന്ന് നമ്മൾ നശിച്ചു പോകും എന്ന് കരുതാൻ നിർവാഹമില്ല. ഞാനിനെ ബോധപൂർവമായി മാത്രമേ നശിപ്പിക്കാൻ പറ്റൂ. ശരീരത്തെ നശിപ്പിക്കുന്നത് പ്രകൃതി ചെയ്തോളും. അത് പ്രകൃതിക്ക് അധീനമായ ഒരു കർമ്മമാണ്. പ്രാരബ്ധം തീരുമ്പോൾ ശരീരം നിലംപതിക്കും. പക്ഷേ ഈ ഞാൻ നശിക്കാനാണ് പ്രയാസം. പരിജ്ഞാത സതീ സാധു ബ്രഹ്മൈവ ഭവതി ക്ഷണാത്. അജ്ഞാനത്തിലൂടെ നോക്കുമ്പോൾ കാണപ്പെടുന്നതാണ് പ്രപഞ്ചം. ജ്ഞാനക്കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം തന്നെ ബ്രഹ്മാകാരം കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ഇത് ബ്രഹ്മമാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നു. പക്ഷേ അതിന് ജ്ഞാനക്കണ്ണിലൂടെ തന്നെ നോക്കണം. അജ്ഞാനമാകുന്ന കണ്ണിലൂടെ നോക്കുമ്പോൾ എപ്പോഴും പ്രപഞ്ചാനുഭവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്ന പ്രപഞ്ചത്തെ വേണ്ടവണ്ണം ധരിച്ചാൽ, ഉള്ളതുപോലെ മനസ്സിലാക്കിയാൽ ഈ പ്രപഞ്ചം തന്നെ ബ്രഹ്മമായി മാറും. എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രപഞ്ചവും പ്രപഞ്ച പദാർത്ഥങ്ങളും ബ്രഹ്മം തന്നെയാണ്. അത് നമുക്ക് തിരിച്ചറിയാറാകും എന്നർത്ഥം. ഇപ്പോൾ ബ്രഹ്മത്തെ കാണാൻ ഒന്നും ചെയ്യേണ്ടതില്ല. യാതൊന്നും ചെയ്യേണ്ടതില്ല. കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മമാണ് എന്ന് അറിഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഈ അറിവിന് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. കർമ്മങ്ങൾ
അജ്ഞാനത്തിൽ നിന്ന് പൊന്തുന്നവയാണ്. അജ്ഞാനത്തിൽ നിന്ന് ആദ്യം പൊന്തുന്നത് ജീവഭാവമാണ്. ഈ ജീവനാണ് തനിക്ക് പലതും ചെയ്യണം എന്ന സങ്കല്പങ്ങളെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കുന്നതാണ് വാസ്തവത്തിൽ ബ്രഹ്മജ്ഞാനം. എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ കള്ളം, ബ്രഹ്മമാണ് നാമരൂപങ്ങളായി പ്രകടമാകുന്നത് എന്നുള്ള അറിവ് തന്നെയാണ് വാസ്തവത്തിൽ ബ്രഹ്മജ്ഞാനം. സ്വയംഭുവ ആ സ്വയംഭുവം അഭിവ്യാപ്യൈവ സർഗഭാഹ സർഗഭ്രാന്തിർഭാതി തത്വ അപരിജ്ഞാനാദിത്യർത്ഥ. ബ്രഹ്മദേവന് ചുറ്റും രൂപപ്പെടുന്നതാണ് പ്രപഞ്ചം. കാരണം സൃഷ്ടികർത്താവ് അദ്ദേഹമാണല്ലോ. അത് ബ്രഹ്മദേവൻ്റെ ഒരു സങ്കല്പമോ ഭ്രമമോ മാത്രമാണ്. തത്വ അപരിജ്ഞാനാത്, തത്വത്തെ വേണ്ടവണ്ണം അറിയാതിരിക്കുന്നത്, ബ്രഹ്മത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് പ്രപഞ്ചം സത്യമെന്ന പോലെ കാണപ്പെടുന്നത്. അപ്പോൾ ബ്രഹ്മദേവന് പോലും ആദ്യം ബ്രഹ്മത്തിൽ നിന്നാണ് താൻ പൊന്തിയത് എന്നുള്ള കാര്യം മനസ്സിലായില്ല. അദ്ദേഹവും അന്തർമുഖനായി തീർന്നതിന് ശേഷമാണ് തൻ്റെ ഉറവിടത്തെ മനസ്സിലാക്കിയത്. ഇതുപോലെ ഓരോ ജീവനും സ്വയം തൻ്റെ ഉള്ളിലേക്ക് അന്വേഷണത്തെ വ്യാപിപ്പിച്ച് ഉള്ളിൽ തിരയണം. ഈ ഞാനെന്ന ഭാവം ഏത് അധിഷ്ഠാനത്തിൽ നിന്ന് പൊന്തുന്നു എന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം, വിചാരം ചെയ്യണം. അപ്പോൾ ജീവന് ഒരു കാര്യം പിടികിട്ടും, ഈ ഞാനെന്നൊന്നും ഇല്ല. അഖണ്ഡ ബോധം മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. അതിലെ ഒരു ഭ്രമം മാത്രമാണ് ഞാൻ എന്നുള്ള ജീവഭാവം എന്ന് ജീവന് പിടികിട്ടും. അപ്പോൾ തൻ്റെ അനുഭവമണ്ഡലത്തിൽ പ്രകാശിച്ചിരുന്ന പ്രപഞ്ചവും യഥാർത്ഥത്തിൽ ഇതേ ബ്രഹ്മം തന്നെയാണ് എന്ന കാര്യവും ജീവൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ജീവൻ ആത്മജ്ഞാനം നേടി എന്ന് പറയാം. അപ്പോൾ ഉള്ളതിനെ ഉള്ളതുപോലെ അറിയുക, അതാണ് വേണ്ടത്. യേഷൈവത്വപരിജ്ഞാത ഭ്രാന്തിർമായേതി കഥ്യത്തെ ജഗദിത്യുച്യത്തെ വിദ്യ ദൃശ്യമിത്യുപവർണ്യത്തെ. യേഷൈവത്വപരിജ്ഞാത, അറിവില്ലായ്മയാണ് പ്രപഞ്ചരൂപത്തിൽ പ്രതിഭാസിക്കുന്നത്. ഇവിടെ വസ്തുക്കളോ വ്യക്തികളോ യഥാർത്ഥത്തിൽ ഉള്ളതുകൊണ്ടല്ല നമ്മൾ അവയെ കാണുന്നത്. തൻ്റെ അറിവില്ലായ്മ പ്രപഞ്ചനാമരൂപങ്ങളായി പ്രകടമാകുന്നു. ആ അറിവില്ലായ്മ അറിവിലൂടെ നശിപ്പിക്കപ്പെട്ടാൽ നാമരൂപങ്ങൾ സത്യമല്ല എന്ന് മനസ്സിലാകും. ബ്രഹ്മമാണ് നാമരൂപങ്ങളായി കാണപ്പെട്ടത് എന്നും പിടികിട്ടും. അജ്ഞാനത്തെ അജ്ഞാനം എന്നറിയാതിരിക്കുന്ന അവസ്ഥയാണ് അജ്ഞാനം. ഇല്ല, കത്തിയില്ല. അജ്ഞാനത്തെ അജ്ഞാനം എന്നറിയാതിരിക്കുന്ന അവസ്ഥയാണ് അജ്ഞാനം. അപ്പോൾ ജ്ഞാനമോ? അജ്ഞാനം കള്ളമാണ്, ജ്ഞാനം അഥവാ ആത്മാവ് മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ എന്നുള്ള അറിവോ തിരിച്ചറിവോ ആണ് വാസ്തവത്തിൽ ജ്ഞാനം. ഇപ്പം അജ്ഞാനമാണ് പ്രപഞ്ചാകാരം കൈക്കൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നത്. ഇത് എത്ര പറഞ്ഞാലും ജീവന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം ഇത് തൻ്റെ ഭ്രമമാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വപ്നത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹിതകാംക്ഷിയായ നമ്മുടെ ആചാര്യൻ, നമ്മുടെ ആത്മീയ ഗുരു പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നീ കാണുന്നത് സ്വപ്നമാണ്. നമ്മുടെ സ്വപ്നത്തിനുള്ളിൽ പ്രവേശിച്ച് നമ്മുടെ തന്നെ പ്രിയങ്കരനായ ആചാര്യൻ ഉപദേശിക്കുകയാണ്, നീ ഇപ്പോൾ സ്വപ്നമാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ സ്വപ്നദ്രഷ്ടാവ് അതൊരിക്കലും അംഗീകരിക്കുകയില്ല. കാരണം സ്വപ്നത്തിന് അത്ര കണ്ട് വാസ്തവികത കൽപ്പിച്ചിരിക്കുന്നു ആര്? ഈ സ്വപ്നദ്രഷ്ടാവ്. അതിൻ്റെ ഉള്ളിൽ ആചാര്യൻ പ്രത്യക്ഷപ്പെട്ട് ഉപദേശിച്ചാൽ പോലും
താൻ കാണുന്നത് സ്വപ്നമാണ് എന്ന് ആ സ്വപ്നദ്രഷ്ടാവ് അംഗീകരിക്കില്ല. ഇപ്പോൾ ഒരൊറ്റ വഴിയേ ഉള്ളൂ ആ സ്വപ്നദ്രഷ്ടാവിനെ ഉണർത്താൻ. ഈ ഗുരുനാഥൻ്റെ രൂപത്തിലൊന്നും വന്നാൽ പറ്റത്തില്ല. ഗുരുനാഥൻ വല്ല സിംഹത്തിൻ്റെയോ കടുവയുടെയോ പുലിയുടെയോ രൂപത്തിൽ ഈ സ്വപ്നദ്രഷ്ടാവിൻ്റെ മുമ്പിൽ ചാടി വീണാൽ ഇയാൾ ഞെട്ടി ഉണരും. അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് പുറത്തു കിടക്കും. ഇങ്ങനെ ഇവനെ ഭയപ്പെടുത്തി മാത്രമേ ഉണർവിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഇവനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. കറണ്ട് അടിപ്പിക്കണം ഇവന്. എന്താണ് ആ കറണ്ട് അടിപ്പിക്കൽ എന്ന് ചോദിച്ചാൽ, നിൻ്റെ ഉള്ളിലെ ഞാൻ എന്ന ജീവഭാവം കള്ളമാണ്, അങ്ങനെ ഒന്നില്ല. ഇതാണ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ 25,000 കിലോ വാട്ട് അടിച്ച് കയറ്റിയാലും ഉണരാത്ത കടുത്ത അജ്ഞാനികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് എത്ര ഷോക്ക് അടിച്ചാലും അവർ ഈ പ്രപഞ്ച സ്വപ്നത്തിൽ നിന്നും ഉണരുകയില്ല. കാരണം അജ്ഞാനം എന്ന് പറയുന്നത് അത്ര ആഴത്തിൽ അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ പതിഞ്ഞു കിടക്കുകയാണ്. ഇപ്പം ആരൊക്കെ വിചാരിച്ചാലും ജീവൻ സ്വയം താൻ ഉണരണം. താൻ കാണുന്നത് സ്വപ്നമാണെന്ന് ആദ്യം വിശ്വസിക്കണം. ആചാര്യന്മാരുടെ വാക്കുകൾ കേട്ട അതിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. എന്നിട്ട് ഈ സ്വപ്നത്തിൽ നിന്ന് എങ്ങനെയാണ് ഉണരുക, സ്വപ്നത്തെ സ്വപ്നം എന്ന് ആവർത്തിച്ച് ചിന്തിക്കുക. ഇതില്ലാത്തതാണ് ഇല്ലാത്തതാണ് എന്ന് തന്നെ ഈ മാജിക്കിൽ പറയും, സെൽഫ് ഹിപ്നോട്ടിസം എന്ന് പറയും. അതായത് ഒരാൾക്ക് മറ്റൊരാളെ ഉറക്കത്തിലേക്ക് നയിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഉറങ്ങുകയാണ്, നിങ്ങൾ ഗാഠനിദ്രയിലാണ്, നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ അടയുന്നു, നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെയൊക്കെ ഒരേ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് ആ ഒരു മജീഷ്യൻ അല്ലെങ്കിൽ ഹിപ്നോട്ടിസ്റ്റിൻ്റെ സജഷൻ, അയാളുടെ നിർദ്ദേശങ്ങളിലൂടെ ഒരു വ്യക്തിയെ ഉറക്കിക്കിടത്താൻ പറ്റും. പക്ഷേ ഈ ഹിപ്നോട്ടിസ്റ്റിന് അല്ലെങ്കിൽ ഈ മജീഷ്യന് സ്വയം ഉറങ്ങാൻ പറ്റില്ല. കാരണം അയാൾ സ്വയം ഉറങ്ങാൻ പറ്റില്ല എന്നല്ല, അയാളിപ്പോൾ ഉറക്കത്തിലാണ്. അയാൾക്ക് തന്നെ ഉണർത്താൻ പറ്റില്ല. ഇപ്പം മറ്റൊരാളെ ഉറക്കാനും മറ്റൊരാളെ ഉണർത്താനും നമുക്ക് പറ്റും. നമ്മളിപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്, അജ്ഞാന നിദ്രയിലാണ്. ഈ നിദ്രയിൽ നമ്മൾ കാണുന്ന സ്വപ്നമാണ് ഈ പ്രപഞ്ചം. ഇപ്പോൾ ഈ സ്വപ്നത്തിൽ നിന്ന് താൻ തന്നെ ഉണർത്തണം. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്നത് സ്വപ്നമാണ്, ഞാൻ എന്നുള്ളത് ഒരു വ്യക്തിയല്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. ഈ വിചാരത്തെ വീണ്ടും വീണ്ടും മനസ്സിൽ ആനയിക്കണം. ഇങ്ങനെ നിരന്തരം മിഥ്യാത്വത്തെ ഉറപ്പിക്കുകയും മിഥ്യയ്ക്ക് ആധാരമായ ഒരു സത്യമുണ്ടാവണം എന്നുള്ള ചിന്തയ്ക്ക് ശക്തി പകരുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണരുന്നത്. യേഷൈവ ത്വപരിജ്ഞാത ഭ്രാന്തിർമായേതി കഥ്യത്തെ. ആത്മാവിനെ തന്നെ അറിയപ്പെടാതിരിക്കുമ്പോൾ, അറിയപ്പെടാത്ത ആത്മാവിൻ്റെ പേരാണ് പ്രപഞ്ചം. അറിയപ്പെട്ട പ്രപഞ്ചമാണ് ആത്മാവ്. ആത്മാവിനെ ആത്മാവാണെന്ന് അറിയാതിരിക്കുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം വാസ്തവത്തിൽ ബ്രഹ്മമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നാമരൂപങ്ങൾ മിഥ്യയാണ് എന്ന് മനസ്സിലാകും. അപ്പോൾ മായ നീങ്ങുകയും ചെയ്യും. അപ്പോൾ അറിയപ്പെടാത്ത ചിത്താണ് ഭ്രമം, മായ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. അതുപോലെ ജഗത്ത് എന്ന് അജ്ഞാനികൾ പറയുന്നതും ഇതേ ബ്രഹ്മത്തെ തന്നെയാണ്. വിദ്യാദൃശ്യമിത്യുപവർണ്യതേ ജഗതിത്യുച്യതേ വിദ്യാദൃശ്യമിത്യുപവർണ്യതേ. ബ്രഹ്മത്തെ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കാതിരിക്കുമ്പോൾ അതിന് പല പേരുകൾ നൽകപ്പെടുന്നു. ഭ്രമം, മായ, പ്രപഞ്ചം. വാസ്തവത്തിൽ വിദ്യാസ്വരൂപമായ, അറിവ് സ്വരൂപമായിട്ടുള്ള ബ്രഹ്മമാണ് ദൃശ്യം എന്ന പോലെ കാണപ്പെടുന്നത്.
യേഷാ സർഗഭ്രാന്തിരേവ തത്വതഃ അപരിജ്ഞാത മായേതി ശാസ്ത്രേഷു കഥ്യത്തെ. പ്രപഞ്ചഭ്രമം അത് താത്വികമായി അറിയപ്പെടാതിരിക്കുമ്പോൾ ശാസ്ത്രങ്ങളിൽ അതിന് മായ എന്നു പേര്. ലോകേ ജഗതിത്യുച്യത്തെ. സാധാരണക്കാർ, അജ്ഞാനികളായ ജനങ്ങൾ ഇതിനെ ജഗത്ത് എന്ന പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. അജ്ഞൈരവിദ്യേത്യുച്യത്തെ. ഇവിടെ ജഗതിത്യുച്യതേ വിദ്യ എന്നാണ്. വിദ്യ അല്ല, ജഗത്ത്, അവിദ്യ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. അതെല്ലാം അതാണ് ദൃശ്യത്തിൻ്റെ മൂലകാരണം. ദൃശ്യങ്ങൾ കാണപ്പെടുന്നതിന് കാരണം ഉള്ളിൽ ഉള്ള അവിദ്യയാണ്. അപ്പോൾ അവിദ്യ, ഭ്രമം, മായ, പ്രപഞ്ചം ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആത്മാവാണ്, അല്ലെങ്കിൽ ഭ്രമമാണ്. ആത്മാവ് തന്നെ തൻ്റെ ഭ്രമം കാരണമായി നാമരൂപങ്ങളെന്ന പോലെ കാണപ്പെടുന്നു. അപ്പോൾ താത്വികമായി ഈ സൃഷ്ടി എന്താണ്, അല്ലെങ്കിൽ നാമരൂപ പ്രകടനം എന്താണെന്ന് അറിയാതിരിക്കുന്ന അവസ്ഥയെയാണ്, അല്ലെങ്കിൽ അതിന് കാരണമായിരിക്കുന്ന ഒന്നിനെയാണ് മായ എന്ന് വേദാന്ത ശാസ്ത്രം പറയുന്നത്. ലോകർ അതിനെ പ്രപഞ്ചം എന്ന് പറയുന്നു. അജ്ഞാനികൾ അതിനെ അറിവില്ലായ്മ അല്ലെങ്കിൽ അവിദ്യ എന്ന് വർണ്ണിക്കുന്നു. ദൃഗ് വിവേകിഭിർ ദൃശ്യമിത്യുപവർണ്യത. ദൃക്ക്, ദൃശ്യം ഇവയെ വേർതിരിച്ചറിയാൻ കഴിവുള്ളവർ പ്രപഞ്ചത്തെ ദൃശ്യം എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവരൊക്കെ ഓരോരുത്തരും ഓരോ പേര് പറയുന്നു. വാസ്തവത്തിൽ ഇതൊക്കെ അജ്ഞത കൊണ്ട് അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന പേരുകളാണ്. വാസ്തവത്തിൽ ബ്രഹ്മമാണ് ഈ പേരുകളിലൂടെ അന്തിമമായി ലക്ഷ്യമാക്കപ്പെടുന്നത്. ചിദാകാശപ്രകാശേന ചിത്താദൃശ്യപിശാചകഃ വേതാളോ ബാലകേനേവ ബുദ്ധോ സന്നേവ സന്നിവ. ചിദാകാശപ്രകാശേന, ഈ ചിത്ത് എന്ന് പറയുന്നത് അനുഭവപ്രകാശമാണ്. അത് അനുഭവമല്ലാതെ മറ്റൊന്നുമല്ല. ശുദ്ധമായ അനുഭവത്തിൻ്റെ പേരാണ് ചിത്ത്. ആ ചിത്തിൻ്റെ പ്രകാശം കൊണ്ട് ചിത്ത് തന്നെ ദൃശ്യം എന്ന പിശാച് ഉണ്ടെന്ന് കരുതുന്നു. പിശാച് എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നത്, സങ്കല്പം എന്നാണ് അർത്ഥം. വേതാളം, ഭൂതം, പിശാച് ഇതൊക്കെ മനുഷ്യ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ്. ഈ ജീവികൾ, മൃഗങ്ങൾ, പക്ഷികൾ ഇവയ്ക്ക് ഭൂതപ്രേതങ്ങളുടെ അനുഭവം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം മനുഷ്യനാണ് ഇങ്ങനെയുള്ള അതീന്ദ്രിയമായ ശക്തികൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്. അത് അവൻ്റെ മനസ്സിൻ്റെ ഒരു സങ്കല്പം മാത്രമാണ്. ഇനി അഥവാ സൂക്ഷ്മശരീരികളായ ജീവന്മാർ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇവൻ ഇരുട്ടിൽ കാണുന്നത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ശ്മശാനത്തിലും മറ്റുമൊക്കെ ഇവൻ കാണുന്നത് ഇവൻ്റെ തന്നെ ഒരു വിഭ്രമമാണ്. അല്ലാതെ സൂക്ഷ്മത്തെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ചിദാകാശത്തിൻ്റെ പ്രകാശം കൊണ്ട് ചിത്ത് തന്നെ ദൃശ്യം എന്ന പിശാചായി കാണപ്പെടുന്നു. പിശാച് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ലാത്തത്, ഉള്ളതുപോലെ തോന്നുന്നത്. ദൃശ്യം എന്നുള്ളത് ഒരു പിശാചിനെ പോലെയാണ്. വേതാളോ ബാലകേനേവ ബുദ്ധോ അസന്നേവ സന്നിവ. ഒരു ബാലൻ, ഒരു കുട്ടി തൻ്റെ മനസ്സ് തന്നെ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു വേതാളത്തെ സത്യം എന്ന പോലെ എങ്ങനെ കരുതുന്നുവോ അതുപോലെ അജ്ഞാനിയായ ജീവൻ ദൃശ്യത്തെ വാസ്തവം എന്ന് കരുതുന്നു. വാസ്തവത്തിൽ ദൃശ്യം ഉള്ള ഒന്നല്ല, അത് ദ്രഷ്ടാവിൻ്റെ ഒരു ഭ്രമം മാത്രമാണ്. ഒരേ കാര്യം തന്നെയാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. സ്വീയ ചിത്ത ചിത് സ്വഭാവ പൃഥക് അസന്നേവ സന്നിവ ദൃശ്യപിശാചകോ ബുദ്ധ. ചിത്ത് തന്നെ
ദൃശ്യം എന്ന പോലെ കണ്ട് ഭ്രമിക്കുന്നു. ഇങ്ങനെ ഭ്രമിക്കുന്നത് ചിത്തിൻ്റെ ഒരു സ്വഭാവമാണ് എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. എന്തിനാണ് ചിത്ത് തന്നെ ജീവനായും ജഗത്തായും കണ്ട് ഭ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് അനാദിയായി ചിത്തിൽ സംഭവിക്കുന്ന ഒരു കളിയാണ്. ഇതൊരു ഇന്ദ്രജാലമാണ്. എന്തിനെന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് ഇന്നലെ ഇന്നും തുടങ്ങിയതല്ല. ബോധത്തിൽ ബോധശക്തിയായ മായ കാരണമായി ദ്രഷ്ടാവും ദൃശ്യവും ഉള്ളതുപോലെ തോന്നുന്നു. ആ ദ്രഷ്ടാക്കളെയാണ് ജീവന്മാർ എന്ന് പറയുന്നത്. ആ ജീവന്മാരുടെ ദൃശ്യമാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഇല്ലാത്ത ഒന്നിനെയാണ് നാം ഇത്രയും കാലം അനുഭവിച്ചത്, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനി മേലും അനുഭവിക്കുക. ദൃശ്യം എപ്പോഴും ദ്രഷ്ടാവിൻ്റെ ഭ്രമം മാത്രമായിരിക്കും. ഒരു കുട്ടി അറിവില്ലായ്മ കൊണ്ട് വേതാളത്തെ ഉണ്ടെന്ന് കരുതുന്നത് പോലെ, അങ്ങനെ ആ കുട്ടി കരുതിയാലും വാസ്തവത്തിൽ വേതാളം എന്ന ഒന്ന് യഥാർത്ഥത്തിലില്ല.